Good morning, students. At the university question, solve y fourth derivative plus 10y double dash plus 9y is equal to 0. The July 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടി ചോദിച്ചത്. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ y ഡബിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? m സ്ക്വയർ എഴുതും. y ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? m ക്യൂബ് എഴുതും. അപ്പോൾ y ഫോർത്ത് ഡെറിവേറ്റീവ് ആണെങ്കിലോ m raised to 4 എഴുതാം. m raised to 4 plus 10 ഉണ്ട്. y ഡബിൾ ഡാഷ് ആവുമ്പോൾ m സ്ക്വയർ പ്ലസ് y ആവുമ്പോൾ 1. അപ്പോൾ 9 is equal to 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m raised to 4 plus 10m square plus 9 is equal to 0. ഇനി നമുക്ക് ഈ m ന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. m ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സൂത്രപ്പണി ചെയ്യാണ്. m raised to 4 ഈ 10m square എന്നുള്ളതിനെ ഞാൻ 9m square plus m square plus 9 is equal to 0. 10m square എന്നുള്ളതിനെ 9m square plus m square എന്ന് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്തു? ഇത് രണ്ട് ടേം ഒരുമിച്ചെടുക്കുന്നു, ഈ രണ്ട് ടേം ഒരുമിച്ചെടുക്കുന്നു. ഈ രണ്ട് ടേമിൽ 4 പുറത്തെടുത്തു, m സ്ക്വയറിന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ m സ്ക്വയർ പ്ലസ് 9 എന്ന് വരും. ഇവിടെ ബാക്കി എന്തുണ്ട്? m സ്ക്വയർ പ്ലസ് 9 is equal to 0. അപ്പൊ ഈ രണ്ട് ടേമിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? m സ്ക്വയർ പ്ലസ് 9 is 9 കോമൺ ആയിട്ടുണ്ട് ഇൻറ്റു m സ്ക്വയർ പ്ലസ് m സ്ക്വയർ പ്ലസ് 1 is equal to 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടാം? m സ്ക്വയർ പ്ലസ് 9 ഇവിടെ നമുക്ക് m സ്ക്വയർ പ്ലസ് 9 m സ്ക്വയർ പ്ലസ് 9 is equal to 0, m സ്ക്വയർ പ്ലസ് 1 is equal to 0. അപ്പൊ m ന്റെ റൂട്ട് എത്രയാണ്? -9, that is plus or minus 3i. ഇവിടെ m ന്റെ റൂട്ട് എത്രയാണ്? plus or minus 9. അപ്പൊ m ന് രണ്ട് ആൽഫ പ്ലസ് ഓർ മൈനസ് ആയി നമ്മൾ റൂട്ട് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ആൽഫ പ്ലസ് ഓർ മൈനസ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് 3i ആവുമ്പോ y യുടെ റൂട്ട് എന്താണ്? y is equal to നമുക്ക് e raised to 0x c1 cos 3x പ്ലസ് ഇത് y1 എഴുതാം c1 cos x പ്ലസ് c2 sin x. c1 cos 3x ആണ്, cos 3x c2 sin 3x. ഇനി അതുപോലെ പ്ലസ് ഓർ മൈനസ് i ആവുമ്പോൾ എന്താണ്? y2 എന്ന് പറഞ്ഞാൽ e raised to 0x c1 cos x plus c2 sin x. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ c1 cos 3x കാരണം e raised to 0x 1 ആണ്, c2 sin 3x. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? c1 cos x plus c2 sin x. ഇത് രണ്ടും കൂട്ടി കഴിയുമ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കൂട്ടി വയ്ക്കുക. അപ്പോ c1 cos 3x plus c2 sin 3x plus c1 ഇവിടെ നമുക്ക് c1 c2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്തെടുക്കണം? c3 c4. അടുത്ത കോൺസ്റ്റന്റ് c3 c4. ഇവിടെ c3 cos x plus c4. നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? c1 cos 3x plus c2 sin 3x c3 cos x plus c4 sin x. ഇവിടെ ഫോർത്ത് ഡെറിവേറ്റീവിലുള്ള ഒരു ഓർഡിനറി ഡിഫറൻഷിയേഷൻ ഫോർത്ത് ഡെറിവേറ്റീവ്. അപ്പോൾ y ഫോർത്ത് ഡെറിവേറ്റീവ് ആവുമ്പോൾ അവിടെ m raised to 4 plus 10m square plus 9. ഈ 10m square നമ്മൾ എന്ത് ചെയ്യണം? 9m square plus m square എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m square plus 9 into m square plus 1 is equal to 0 എന്ന് കിട്ടും. അതിൽ നിന്ന് m ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? പ്ലസ് ഓർ മൈനസ് 3i. ഫസ്റ്റ് ഇക്വേഷനിലെ രണ്ടാമത്തെ ഇക്വേഷനിലെ പ്ലസ് ഓർ മൈനസ് i. അപ്പൊ ആദ്യം നമ്മുടെ പ്ലസ് ഓർ മൈനസ് 3 വെച്ച് y1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ആൽഫ പ്ലസ് ഓർ മൈനസ് i വെച്ച് ആവുമ്പോൾ y എഴുതാനുള്ള ഫോർമുല e raised to alpha x c1 cos beta x plus c2 sin beta x ആണ്. ഇവിടെ ആൽഫയുടെ സ്ഥാനം 0 ആണ്, ബീറ്റയുടെ സ്ഥാനം 3 ആണ്. y1 എന്ന് കിട്ടാൻ c1 cos 3x plus c2 sin 3x. രണ്ടാമത് പ്ലസ് ഓർ മൈനസ് i വരുമ്പോഴോ ആൽഫ 0 ആണ്, ബീറ്റ 1 ആണ്. അപ്പോൾ y2 എന്നുള്ളത് e raised to 0x c1 cos x plus c2 sin x. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് y കിട്ടും. therefore നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് എന്താണ്? c1 cos 3x plus c2 sin 3x c3 cos x plus c4 sin x. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.